ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി കഴിഞ്ഞ ദിവസം ഏജന്റ് നൽകിയ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനി ആരോപിക്കുമ്പോഴും എങ്ങും എത്താതെയുള്ള റോഡ് പ്രവൃത്തി പ്രദേശവാസികൾക്ക് തീരാ ദുരിതമാകുന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ 11, 12, 10, 9 ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി കഴിഞ്ഞ ദിവസം ഏജന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് റോഡിന്റെ പ്രവൃത്തി ടെൻഡർ എടുത്ത് നടത്തിവരുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും റോഡിന്റെ പ്രവൃത്തി പകുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. 16ഓളം കലുങ്കുകളാണ് ഈ റോഡിൽ പ്രവൃത്തി തീർക്കേണ്ടത്. ഭൂരിഭാഗം കലുങ്കിന്റെയും മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ആറളത്തെ റിപ്പോർട്ടറെ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളെന്ന് പറഞ്ഞ് ഒരാൾ വിളിക്കുകയും നൽകിയ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പറയുകയുണ്ടായി. കലുങ്കുകളുടെ പ്രവൃത്തി മുഴുവൻ പൂർത്തിയായി എന്നാണ് അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞത്. പൂർത്തിയായ കലുങ്കിന്റെ ബ്ലോക്ക് 12ൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 2023 സെപ്റ്റംബർ മാസം പ്രവൃത്തി തുടങ്ങി 2024 സെപ്റ്റംബർ മാസം പൂർത്തിയാക്കേണ്ട പ്രവൃത്തിയാണിത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി എസ്റ്റിമേറ്റ് തുകയും പ്രവൃത്തി തുടങ്ങുന്നതും പൂർത്തിയാവുന്നതും സൂചിപ്പിക്കുന്ന വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ജനം ഇന്നും ദുരിതം അനുഭവിക്കുകയാണ്. റോഡിന്റെ ഒരു ഭാഗം ചെന്നെത്തുന്നത് കീഴ്പള്ളി പാലപ്പുഴ പൊതുമരാമത്ത് റോഡിലാണ്. ഓവുചാൽ നിർമ്മാണവും അവിടം വരെ മാത്രം. മഴക്കാലമായാൽ 500ഓളം മീറ്റർ ദൂരത്തിൽ ഓവുചാലിലൂടെ ഒഴുകുന്ന വെള്ളം പൊതുമരാമത്ത് റോഡിലൂടെ ഒഴുകി ഗതാഗത തടസ്സമുണ്ടാകാനും ഇടയുണ്ട്. ഇതും പരിഹരിക്കേണ്ടത് തന്നെയാണ്. മാസങ്ങളായി റോഡ് പണി തുടങ്ങിയിട്ട് വണ്ടി വരെ പോകാൻ പറ്റുന്നില്ല. ഒരു ആശുപത്രി കേസ് കെട്ടിന് തന്നെ പോകാൻ പറ്റുന്നില്ല. രാത്രിയായാലും പകലായാലും തീരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത്ര മാസങ്ങളായി റോഡ് പണി തുടങ്ങിയിട്ട് ഇതുവരെ ആ റോഡ് പണി ഒന്നുമായിട്ടില്ല. കലുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 12ൽ അങ്ങോട്ട് ഒട്ടും പോകാൻ പറ്റില്ല. വണ്ടിക്ക് വരെ പോകാൻ പറ്റും. ഇത് ബ്ലോക്ക് 9 വരെ. കഴിഞ്ഞ ദിവസം ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഒരു പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരം പ്രവർത്തി നടക്കുന്ന റോഡുമായി ബന്ധപ്പെട്ട് ഏജന്റ് ഒരു വാർത്ത നൽകി. ആ വാർത്തയിൽ 2023 സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങി 2024 സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതി അത് ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് വാർത്ത നൽകിയിരുന്നത്. അതിൻ്റെ പകുതി പണി പോലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. കലുങ്കുകളുടെ എണ്ണവുമെല്ലാം ആ വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നു. കലുങ്കുകളുടെ പണിയും ഇപ്പോൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഈ റോഡ് പ്രവൃത്തി ഏറ്റെടുത്ത് ടെൻഡർ എടുത്ത് നടത്തുന്ന ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആൾ എന്ന് പറഞ്ഞ് രാവിലെ വാർത്ത നൽകിയ റിപ്പോർട്ടറായ എന്നെ വിളിക്കുകയും വാർത്ത അടിസ്ഥാനരഹിതമായെന്നും കലുങ്കുകളുടെ എണ്ണമെല്ലാം കൃത്യമായി പറയുകയും അതോടൊപ്പം തന്നെ അതെല്ലാം കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്ത എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നൽകിയത് എന്ന ചോദ്യം വരികയുണ്ടായി. ഇത് 12ാം ബ്ലോക്കിൽ നിന്ന് ഇവർ പൂർത്തിയാക്കി എന്ന് പറയപ്പെടുന്ന കലുങ്കിൻ്റെ ദൃശ്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. എവിടെയാണിത്? ഇങ്ങനെയാണോ പൂർത്തീകരിച്ചത്? ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് കരുതി ഇങ്ങനെ കുറേ ടെൻഡറുകൾ എടുത്ത് അത് ജനങ്ങൾക്ക് ദുരിതമാകുന്ന നിലയിൽ നടത്തുന്ന ഒരു സമീപനം ആരായാലും അത് വെച്ചു പൊറിപ്പിക്കാനാകില്ല. അത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവും എന്ന ഒരു മാധ്യമ ധർമ്മവുമാണ് ഏജന്റ് ന്യൂസ് ഇന്നലെ അത് പുറം ലോകത്തെ അറിയിച്ചത്. കാരണം അടുത്ത 2025 ആകാൻ വേണ്ടി പോവുകയാണ്. 2024 സെപ്റ്റംബർ മാസം തീർക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. 5,94,00,000 രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ള ഈ ഇത്. അപ്പോൾ അത് പൂർത്തീകരിക്കാതെ വരുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, പ്രത്യേകിച്ച് ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല. വാഹനങ്ങൾ പോകാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അതാണ് ഞങ്ങളിവിടെ തുറന്നു കാട്ടിയതും വിളിച്ചിട്ടുള്ളൂ. അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രവൃത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ജനങ്ങൾക്ക് ദുരിതമില്ലാതെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ദുരിതമകറ്റാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്, പറയാനുള്ളത്. ആർല ഫാമിൽ നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
ഫർണിച്ചർ, ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് December 1 ഞായറാഴ്ച രാവിലെ 11:30 പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ചലച്ചിത്ര താരങ്ങളായ സാഗർ സൂര്യ, ജുനൈസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്നു. ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും 5000 രൂപയുടെ പർച്ചേസ് വൗച്ചർ. January 30 വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ഫ്രീ ഗിഫ്റ്റ്. ഒപ്പം മെഗാ ലക്കി ഡ്രോയിലൂടെ പ്രീമിയം ബെഡ്റൂം സെറ്റ്. ഹോംസ്കേപ്പ്, കാക്കത്തോട്, പയ്യാവൂർ.